ഏത് മെഴുക്കുവരട്ടിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയണ മെഴുക്കുവരട്ടിയായിരിക്കും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4-5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം തോലോടുകൂടി തന്നെ 4ആയിട്ട് മുറിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. വേവിച്ചെടുക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കുഴഞ്ഞു പോണ പോലെ വേവിക്കരുത്. ചെറുതായിട്ടൊന്ന് സ്റ്റിഫായി നിൽക്കണ പോലെ, എന്നാൽ വേവും വേണം. ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എത്ര എടുത്താലും ടേസ്റ്റ് തന്നെയാണ്. ഇത് ചെറുതായിട്ട് മൊരിഞ്ഞ് വരണ വരെ സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി സിമ്മിലിട്ട് അടച്ചു വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്ക് തുറന്നിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ? കുറച്ച് ക്ഷമയോടുകൂടെ ഉരുളക്കിഴങ്ങ് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു രീതിയിൽ വരുള്ളൂ കേട്ടോ.